എല്ലാവർക്കും നമസ്കാരം. ശ്രീമദ് അയ്യപ്പ ഭാഗവതം പാരായണം 61 ദിവസം. ഓം സ്വാമിയേ ശരണമയ്യപ്പ. അന്ധരാം നാൽവരും ഹസ്തിബന്ധനോട് സമ്മതം വാങ്ങിച്ചു തപ്പിത്തുടങ്ങിനാർ. തുമ്പിക്കരത്തിൽ ഒരു നരൻ തപ്പുമ്പോൾ സാമ്പ്രതി വാലിന്മേൽ തപ്പി രണ്ടാമവൻ. ദന്തിതൻ കൊമ്പിന്മേൽ തപ്പി മൂന്നാമനും ഇമ്പമോടെ തപ്പിക്കാലിന്മേൽ നാലാമൻ. നാൽവരും ദന്തിതൻ രൂപം ധരിച്ചെന്ന ശീലവും പേറിത്തിരിക്കും ദശാന്തരേ. തുമ്പിക്കരം പിടിപ്പെട്ടവൻ ചൊല്ലിനാൻ കുമ്പിതന്നാകൃതി പിണ്ടി പോലെന്നുടൻ. പുച്ഛം പിടിച്ചവൻ പുച്ഛിച്ചു ചൊന്നപ്പോൾ കൊച്ചനെ ഹസ്തീവടം പോലെയാണടോ. ദന്തം പിടിച്ച കുരുടനും കോപിച്ച് കമ്പ് സമാനമാണ് ആനയെന്നും ചൊല്ലി വൻപെഴും ഗോപുരത്തൂണ് പോൽ ആനയെന്ന് അൻപാർന്ന നാലാമൻ താനും ഉരച്ചപ്പോൾ തങ്ങൾക്ക് അനുഭവം വന്ന ചെന്നുടൻ തങ്ങൾ ശണ്ഡമുഴുത്തപ്പോൾ വന്നാനൊരു വരിയനവിടപ്പോൾ ചൊന്നാൻ അവരോട് സന്യാസി മുഖ്യനും. അന്ധരെ എന്തി കലഹങ്ങളിങ്ങനെ പിണ്ടി വടങ്കമ്പു തൂണുമല്ലാനേയും നിങ്ങളാൽ നന്നായി ഉരച്ചവയൊക്കെ മങ്ങാതെയുണ്ടഹോ വാരണഗാത്രത്തിൽ. നന്നായി അറികടോ നാൽവരും ചൊന്നവ മുന്നമേ നാലു ശരീരഭാഗങ്ങളും എന്നുരച്ചാനതൻ രൂപങ്ങളെ മുത നന്നായി പറഞ്ഞു കൊടുത്തു യതിവര്യൻ. ഈ വിധം വിദ്യാവാനാകും ഒരു പുമാൻ കൂടി എന്നാലേ ഗ്രഹിക്കൂ നിലവുകൾ. ആകയാൽ വിദ്യാനിപുണനാം ആചാര്യൻ കീഴിലായി ദൈവാനുകൂല്യങ്ങൾ കാക്ഷിച്ച് ചാലവേ സാരങ്ങൾ സന്ദേഹമെന്നിയെ ശീലിച്ചു കൊള്ളുകിൽ മാനവനായി വരാം. ഇങ്ങനെ ബ്രഹ്മിഷ്ഠനാകും ഗുരുവോട് ബ്രഹ്മസാരങ്ങൾ പഠിച്ചു കൊള്ളണമേ. സത്യവും ധർമ്മശീലങ്ങൾ വ്രതചര്യ നിത്യവും മുഖ്യമായി പാലിച്ചു കൊള്ളണം. നിത്യനാമെന്നിൽ നിന്നുണ്ടായ ഗുണത്രയം നിശ്ചലമായി ലഭിക്കുമെന്നിൽ ദൃഢം. അപ്പോൾ ഞാൻ നിർഗുണ ബ്രഹ്മമായി വാഴ്ത്തിടും ശാശ്വതാനന്ദം സമസ്തവുമേകിടും. നിത്യനായി നിർഗുണാനന്ദ സ്വരൂപനായി നിർമ്മമൻ നിശ്ചലൻ സത്യസ്വരൂപനായി നിശ്ചയിച്ചെന്നെ ഭജിപ്പവർക്കെന്നും ശാശ്വതാനന്ദപ്രദായ മോക്ഷത്തെ ശാശ്വതമാക്കി ഞാൻ സായുജ്യമേകിടും. മായയും കർമ്മങ്ങളും ത്രിഗുണങ്ങളും ചേരുമെന്നിൽ സൃഷ്ടികാലത്ത് മന്നവ. അങ്ങനെ ആദികാലത്തു സഗുണനായി ഐഹിക ഭാഗ്യങ്ങൾ കൈവരിച്ചിടുവാൻ ദുഷ്കൃതം തീർത്തൻ്റെ ഭക്തജനങ്ങളെ നിശ്ചയിച്ചിടുമ്പോൾ മാമക ഭക്തരും പയ്യവേ നിർഗുണരൂപിയായി അൻപോട് ദൈവമായി എന്നെ ഭജിച്ചു വന്നിടുമേ. സഗുണത്തിൽ നിന്നഹോ നിർഗുണ ബ്രഹ്മമായി മനനങ്ങൾ കൊണ്ടുടൻ ഭക്തരായി മേവുന്ന വിനയാന്വിതരായ ഭക്തർക്ക് സന്തതം മനതാരിൽ വാസിയായി എന്നെയും കണ്ടിടാം. മായാരചിതമായി മാനവർ മാനസതാരിൽ നനയ്ക്കുന്ന മിഥ്യാവിചാരങ്ങൾ പേയായി വന്നുപോകും ദുഷ്കൃതമേറ്റിപ്പോവും തീരാത്ത വ്യാധീവിധകളാൽ ലോകത്ത്. ശോകാബ്ദി ബീജികളാകെ ഉയർത്തിപ്പോവും തീരാത്ത ശോകജാലങ്ങൾ ഹനിക്കുവാൻ ലോകർക്ക് പീയൂഷതുല്യമാ മന്ത്രവും ദിവ്യനവാക്ഷരിയായി ഞാൻ നൽകുന്നു. ദിവ്യനവാക്ഷരി ചൊല്ലൂ മനുജരെ. സ്വാമിയേ ശരണം അയ്യപ്പ എന്നുള്ളതാ മാമയ വാരണമാകും മഹാമന്ത്രമായ സഹീനം ജപിച്ചു വസിക്കുവാൻ ആശിഷമേഘണേ അയ്യപ്പ ദൈവമേ. ത്രിവിധത്തിൽ ത്രയക്ഷരങ്ങൾ സ്വരൂപിക്കും വേള നമ്മൾ ഒരുവിടും മഹശബ്ദം അത് തന്നെ നവാക്ഷരി. തോരാതെ നാവൽ നവാക്ഷരി ഓതിയാൽ തീരാത്ത ആധീവ്യതകളൊടുങ്ങിടും. പോരാതെ മറ്റൊന്നും ആർക്കും ഒരിക്കലും തോരാതെ ദുഃഖം വരുത്തുകില്ലോതിടാം. പേരായിരത്തെട്ട് ചൊല്ലി പുകഴ്ത്തുന്ന വേരായ നാരായ വേരായ ദൈവമേ പാരാതെ അടിയരെ പാലിച്ചു കൊള്ളണേ. ശ്രീപരായ ഗുപ്താഖ്യ ജയ ജയ. ആര്യദാത മഹാത്രിഭുവന രക്ഷക ശ്രീഭൂതനാഥ ജയ ജയ ദൈവമേ. പഞ്ചഭൂതങ്ങൾ ബ്രഹ്മവും മായയും കർമ്മബന്ധങ്ങളും ജമ്മേ അരുൾ ചെയ്തു കേട്ട നേരത്തുടൻ നിർമ്മലൻ ഭൂപതി ശ്രീപാണ്ഡ്യശേഖരൻ നിർമ്മല മാനസ ശ്രീഭൂതനാഥന്റെ നിർമ്മല പാതാര ബിന്ദങ്ങളിൽ മുതാ നിർമായമായി നമിച്ചു ചൊല്ലിയിടാൻ. സന്മതേ ദേവ മഹാദേവ നന്ദന സമ്മതം തോന്നി കനഞ്ജനിൽ ചെയ്യണേ. എങ്ങനെ പഞ്ചഭൂതങ്ങൾ സമസ്തവും വന്നു ഭവിച്ചു കൊള്ളുന്നുവെന്നുള്ളതും സമ്മതിമാരൻ മനതാരിൽ വാഴുന്ന ശ്രീധർമ്മശാസ്ത്ര വരുളി എന്നേരത്തിൽ. അച്ഛാ മമ ഭക്ത മുക്തനാം മന്നവ. അച്ഛാ മമ ഭക്ത മുഖ്യനാം മന്നവ. സ്വച്ഛമായി കേട്ടുകൊണ്ടാലുമേ കാര്യങ്ങൾ എന്നിൽ നിന്നാഭൂതമാവും ഗുണത്രയം തന്നിൽ നിന്നാവിർഭവിക്കുന്നു ഭൂതങ്ങൾ. പഞ്ചവും ലോകത്രയത്തിങ്കൽ ജീവന്മാർ പഞ്ചമായി എന്നതും സത്യമത്രേ. തുലവും ഭൂമിയും തോയവും അഗ്നി പവനനും ആകാശം കൂടിയുള്ള 5 ഭൂതങ്ങൾ സത്വരജസ്തമോവാദി ഗുണങ്ങളിൽ നിന്നുത്ഭവിച്ചിടുന്നു ഭൂപതിരത്നമേ. സത്വഗുണങ്ങളാൽ ആവിർഭവിക്കുന്നു നിത്യമാം ശബ്ദം മഹാമന്ത്രം ഓങ്കാരം.
ശബ്ദസംയുക്തമായി സ്വാത്വിക മാത്രയിൽ നിത്യമായ ആകാശഭൂതമുണ്ടായി വരും. ഓങ്കാരമായുള്ള ഹൂങ്കാര ശബ്ദവും ആകാശഭൂതവും ചേരുന്ന മാത്രയിൽ ശബ്ദവും സ്പർശനഭാവങ്ങളും ചേർന്ന് വായുവാം ഭൂതവും ഉത്ഭവിച്ചിടുമേ. വായുവിൻ മാതാവായി ആകാശമോതിലാം വായുവോ ജീവനുള്ള ആധാരഭൂതവും ശബ്ദവും സ്പർശവും രൂപവും ചേർന്നതും പൃഥ്വിശാഗ്നിയും കാറ്റിൽ നിന്നാകുന്നു. ശബ്ദവും സ്പർശവും രൂപവും ചേർന്നപ്പോൾ രസയുക്തമായുള്ള തോയമാഭൂതമായി. ഇങ്ങനെ തോയം ഭവിക്കുന്ന കാരണം അഗ്നിയപ്പിൻ്റെ അമ്മയാം ഭാവേന മാമുനിമാരും വിഭുതരും ചൊല്ലുന്നു. മാനവംശമകുട മഹാമണയും ശബ്ദവും സ്പർശനം രൂപം രസമതും ക്ഷിപ്രമായി ചേർത്ത് ഞാൻ ഗന്ധ സംയുക്തമായി ഉത്ഭവിച്ചുതേ മുത്തിനെ എന്നതും ഉൾപ്രമോദേന ധരിക്ക മഹാമതേ. ഇങ്ങനെ ആകാശവായു തേജസ്സുകൾ തങ്ങാതെ വെള്ളവും മണ്ണും ക്രമത്തിൽ ഞാൻ പഞ്ചഭൂതങ്ങളായി സൃഷ്ടിച്ചു മൂന്നാകും പാരുകൾ സർവവും പാലിച്ചു കൊള്ളുന്നു. ചരാചര വർഗങ്ങളിൽപ്പെട്ട് കാണുന്ന ജഗതകിലങ്ങളിൽ ഉള്ളതാം വസ്തുക്കൾ മന്നവ പഞ്ചഭൂതങ്ങളാൽ മാത്രമായി സഞ്ചിതാനന്ദം ജനിപ്പിച്ചു കൊള്ളു ഞാൻ. ലോകമങ്ങീരേഴിലും തിരഞ്ഞീടിലും കാലമങ്ങല്ലാത്തിലും സൃഷ്ടി വസ്തുക്കൾ ചാലവേ പഞ്ചഭൂതങ്ങളാൽ മാത്രമെന്നേവരും നന്നായി ഉറപ്പിച്ചു കൊള്ളണം. അഞ്ച് ഭൂതങ്ങളും സഞ്ചയിച്ചിങ്ങനെ അഞ്ചിനും നാഥനാം എൻ്റെ അനുഗ്രഹത്തഞ്ചത്തിലേറ്റി രസിച്ചു വന്നിടുമ്പോൾ ബ്രഹ്മാണ്ടമൊക്കവേ തിങ്ങി നിറയുന്ന ജീവികളങ്ങുമേ കണ്ടിടുമണ്ഡത്തിൽ. അഞ്ച് ഭൂതങ്ങളും പഞ്ചപ്രകാരേണ സഞ്ചയിച്ചുണ്ടാകും പേടക രൂപത്തിൽ അഞ്ചിനും അപ്പനായി ഞാൻ ജനിച്ചിടുന്ന മഞ്ചമായി കണ്ടിടാം ജീവശരീരങ്ങൾ. എണ്ണമില്ലാതുള്ള വണ്ണമായ ജീവികൾ നിർണയം ഭൂതലെ കാണുന്നതുണ്ടെങ്കിലും നിർണയം 82 ലക്ഷങ്ങളായ മണ്ണിലെ ജീവികൾക്കെണ്ണവും കണ്ടിടാം. ഓരോരോ ഗാത്രമാൻ രൂപങ്ങളും മുതാ മാതൃഗർഭത്തിങ്കൽ പൂക്കും ക്രമാൽ മോദേന ജാതരായി ഭൂതലവാസരായി പ്രീതിയാർന്നിടുവാൻ ഞാൻ കനിഞ്ഞിടുമേ. ഇങ്ങനെ ഗർഭം പൊക്കു ഭൂമിയിൽ ജാതരാം ജീവികളിൽ മുഖ്യർ മനുഷ്യരാണഹോ. എങ്കിലും കാലസ്ഥല ഗുണയുക്തരായി മണ്ണിലെ മാനവർ ദുർനയങ്ങൾ പേറി കാലുഷ്യകർമ്മേണ കാലവാസം ചൂടി ഭൂവിങ്കൽ പുണ്ണുകൾ നിത്യം വിതയ്ക്കുന്നു. കാലം കലി തന്നിൽ വാഴുന്നരന്മാരിലേറെയായി കന്മഷശീലങ്ങളേറുമ്പോൾ ഭൂതദേയാദിഭാവങ്ങൾ മെല്ലവേ ദൂരെയായി കാണുന്ന ഭാവങ്ങൾ വന്നുപോകും. സ്വത്തിനും ദ്രവ്യലാഭത്താലേ കാമവും നിത്യവും നേടുവാൻ വ്യഗ്രരായി മാനവർ മാർഗം നനയ്ക്കാതെ ലക്ഷ്യം നടത്തുന്ന ഭോഷ്കരായി തീർന്നുപോകും. നാശം ഭവിച്ചുപോകും തന്നുടേയാക്കുവാൻ ചിത്താർത്തി കൈക്കൊണ്ട് തല്ലി ഉടച്ചു മുടിച്ചിട് സർവ്വതും കൊല്ലും കൊല്ലി വയ്പ്പുകൾ ധൂർത്തുകൾ എല്ലാം അനുദിനം ഏറ്റിടും കശ്മലർ രാജാധികാരങ്ങൾ ചൂഷണം ചെയ്തിടൻ പൗരജനങ്ങളിൽ ശോകങ്ങൾ ഏറ്റിടും. ഏറെയാം വിവിധം വേണ്ടാത്ത കർമ്മങ്ങൾ തോരാതെ ഏറുമ്പോൾ ഭക്തരെ പാലിപ്പാൻ ഏറിയ മോദേന ഞാനും വിവിധമാൻ രൂപങ്ങൾ പേരിടും ധർമ്മത്തെ കാത്തിടും. ഓം സ്വാമിയേ ശരണമയ്യപ്പ. എല്ലാവർക്കും അയ്യപ്പ ഭഗവാന്റെ അനുഗ്രഹമുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.